നമുക്ക് രണ്ടാമത്തെ ശുശ്രൂഷ നടത്താം കേട്ടോ. പുറത്തേക്കൊന്ന് പറഞ്ഞേരെ, വർത്താനം പറയുന്നുണ്ടെന്ന് പറഞ്ഞേരെ. ദയവായിട്ട് പുറത്തു നിൽക്കുന്ന ആളുകൾ സംസാരിക്കാതെ ഇരിക്കണം. രണ്ടാമത്തെ ശുശ്രൂഷ ആരംഭിക്കാൻ പോവുക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്ന മരണമുള്ളവരെ പാപമരണത്തിൽ നിന്ന് രക്ഷിപ്പാനായി ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ എന്റെ കർത്താവേ, അനിത്യമായ ലോകത്തിൽ നിന്ന് നിന്റെ കരുണയിലുള്ള ആചരണത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിക്ക് വേണ്ടി ഇപ്പോൾ നിന്നോട് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസം ഈ ദാസിക്ക് സൗജന്യമായിട്ട് ലഭിക്കണമേ. നിന്റെ രാജ്യത്തിലുള്ള വിരുന്നിൽ തോഴന്മാരോടുകൂടെ ഇവിടെ വരുത്തണമേ. എന്തെന്നാൽ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമാകുന്നു. ഉത്തമനും മനുഷ്യ സ്നേഹമുള്ളവനുമായ പരിശുദ്ധാത്മാവാം ഏക ദൈവമേ, അങ്ങയ്ക്ക് എന്നേക്കും ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. പ്രതിദാനങ്ങൾ നസമൊഴിച്ചവനം ചെയ്യും ഹാലേലുയ്യ. വേദനകൾ കേൾക്കും ശമനം പാറയ്മോ ശുഭാല പോലെ പ്രോവറോഹോ കാദീശോ. എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുന്നു. എന്നിടമർന്നിടും അവന് സജ്ഞാനമർന്നിടും അവസാനം. ജീവൻ ഞാനിടുമെന്നോദിയ നിൻമൊഴി നിറവേറ്റാൻ വിശ്വാസമെഴും മൃതലോകം നിൻവരവിൻ ദിവസത്തിനായി നിൻ പ്രത്യാശയ നിശ്രീതനം നിന്നടിയായ കർത്താവേ കൃപയായി മറയ്ക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും താപവും പോഴ്ചയും മാറ്റുപോകുന്നില്ല നല്ല ഉന്നതിയും ഇടപെടാതെ നിൽക്കണിക്കുവാൻ അടിയങ്ങളെ സദാ യോഗ്യരാക്കി തീർക്കുമാറാക്കണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവരെയും ബലഹീനതയുള്ളതുമായ ആസ്തികളെ ശക്തീകരിപ്പിക്കുകയും ജഡീകമായ ശരീരങ്ങൾക്ക് ആത്മീയാവസ്ഥ നൽകുകയും ചെയ്തവനായ
ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോടെ നവീകരിക്കുന്നവരുമായ കർത്താവിന്റെ സ്തുതി. തനിക്ക് തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ദിശവിശുദ്ധാൻ നിർവഹിക്കുന്നതായ സമയത്തും സർവ്വനാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുസുള്ള കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനും ആരാധനയും തനിക്ക് യോഗ്യമാക്കുന്നു. മരണമില്ലാത്തവനും മഴവില്ലാത്തവനും ആര്യവും മരണമുള്ളതും മഴയുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിന്റെ നാഥനും സൃഷ്ടാവും ശരീരങ്ങളിൽ ഇരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെ ദേഹികളും ആത്മാക്കളും തന്റെ കയ്യിലിരിക്കുന്നവരുമായ നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവേ, സകലരുടെയും സഹായത്തിന് രക്ഷിക്കുവാനി മുൻപ് കൂട്ടിയെ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസിലും അവിടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവരെ നീ നോക്കുന്നു. നിന്റെ സംരക്ഷണയുടെ പരിശോധിക്കപ്പെടാവതില്ലാത്ത ആഴത്തിൻ പ്രകാരവും സകലത്തെയും കവിയുന്നതായ നിന്റെ മുന്നറിയുവാൻ ഈ ആയുസിൽ നിന്ന് ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നതിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിൻ പ്രകാരവും ആദ്രകരണയും പ്രകാരവും ഇതിനോടുകൂടെ നീ യാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകളിൽ അതിന് നേരിടുന്നതായ പ്രതികൂല എതിർപ്പെടുന്നതിനെ വീണ്ടും ഉള്ളുന്നവരായ സമാധാന ദൂതൻ മൂലം ഇവരെ കാത്തുകൊള്ളണമേ. ഈ നിന്റെ ദാസി മനസ്സോടും അറിവോടും അറിവോടാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളുടെയും നിന്മകളെയും നീ നീക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബന്ധത്തിൻ പ്രകാരം നീ ക്ഷമിച്ച് മായിച്ച് കളയണമേ. ഞങ്ങൾ എല്ലാവരും പൂഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് തിരിച്ചിരിക്കുന്നവരിൽ നിന്റെ മുമ്പാകെ കുറ്റമില്ലാത്തവനില്ലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നതല്ലെന്നും നീ ഓർത്തുകൊള്ളണമേ. എന്നാലോ കർത്താവേ, ഹൃദയാപൂർവം നിന്റെ അടുക്ക ഞങ്ങൾ സങ്കടത്തോടെ വിളിക്കുന്നതിനാൽ കരുണയുള്ളവരെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവരെ പോലെയും നിന്റെ കൃപയും മനുഷ്യ സ്നേഹവും ഈ ദാസിയുടെ പക്കൽ നീ കാണിക്കണമേ. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയുടെ സ്വർഗീയ ആശ്വാസ സ്ഥലങ്ങളിലും ഈ ദാസിയെ നീ വസിപ്പിച്ച് കൊള്ളണമേ. നിർവ്യാജമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ആകാശമേഘങ്ങളിൽ നീ എഴുന്നള്ളി വരികയും നിന്റെ പരിശുദ്ധമാരാകാമാർമുഖാവനം ആകാശത്തിന്റെ നാല് കോണുകളിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടി ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കബറുകളിൽ ഇരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ നിന്ന് വേർപെട്ട് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസി അനുഗ്രഹങ്ങളുടെ സ്മരണയാൽ നീ ഓർത്തുകൊള്ളണമേ. ഞങ്ങളുടെയും അവരുടെയും ലജ്ജാകരമായ പ്രവൃത്തികളും ഞങ്ങളുടെ നിന്യമായ കാര്യങ്ങളുടെ നാളത്തെയും നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ നിന്റെ കരുണ മൂടിക്കളയുമാറാകണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ പരിശുദ്ധ തൃക്കൈകളാൽ നീ ഞങ്ങളെ മനുഷ്യണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ശേഷം നിന്റെ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരുശരീര രക്തങ്ങളെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനെ ദയതോ നീ കരുണ ചെയ്യണമേ. കരുണയുള്ളവരെ മനസ്സറിയണമേ. നിന്റെ മുമ്പാകെ ഉണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്നും നാളത്തിൽ നിന്നും വരുമാനിക്കുന്ന നരകവേദനയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് വീണ്ടും ഉള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ. പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവിന്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസാദത്തിനും യോഗ്യരാക്കി തീർക്കണമേ. എന്തെന്നാൽ ദൈവമേ, നീ സകലരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാകുന്നു. ദോശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും തിരിയപ്പെടുമാറാകട്ടെ. സ്വർഗീയം വത്സലരെ ആത്മത്തെ മെയ്യതിൽ നിന്നും നീക്കി നയിപ്പാൻ മാനവരെ വീട്ടിടുമ സമയം ഘോര. ദൂതന്മാരെ ദൂരെ കണ്ടാത്മാവന്തികവാസികളെ ശരണം പ്രാപിച്ചുടനേതൻ ചരിതത്തെ പരിശോധിപ്പൂ. പാപമലിന സമാണെങ്കിൽ പാപമോടാത്മം കേഴും
സൽക്കർമ്മങ്ങളെ ദർശിച്ചാൽ ഉൾക്കൊതുകത്തോടോതിട നിന്തിരുമയും രക്തവുമെന്നെ നീ തീറ്റി ന്യായസ്ഥാനത്തവരണ്ടും ധൈര്യമെനിക്ക് കീടട്ടെ. ശൂരന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും. സ്തോത്രം കാരുണ്യവാനായ ദൈവമായ കർത്താവേ, അങ്ങയുടെ അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. മരണത്തിന് പ്രാപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരിയുടെ ആത്മാവിനെ ഇപ്പോൾ ഞങ്ങൾ അണയ്ക്കുന്നതായ ഈ ധൂപം സ്വീകരിച്ചുകൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയിലുള്ള മോപ്രസന്നതയ്ക്കും അർഹയായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യുമാറാകണമേ. ഖുർആൻ വലോഹാൻ ലിഖിതം പോലവസാനതിന് പാലും വാനും വായുമ്പോൾ താരം സകലം വീഴുമ്പോ ജ്യോതിർനികരം നീങ്ങുമ്പോൾ നാദാ സ്വാതികളോ തന്നെ കാതിരണം വാഴ്ത്തും ഞാൻ നിന്നെ. ോകത്തിനും യായോസിൻപുത്രയ്ക്കും വിടവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം നിന്നെ പുനരുത്ഥാനത്തിൽ മണ്ണിൽ നിന്നും ജീവിപ്പിക്കട്ടെ. നിന്നീഷ്ടം ചെയ്തൊരു ധാർമ്മികതാൻ പ്രാർത്ഥനയാലെ ജീവിത ലക്ഷ്യ വിശ്രാമം നേടിയന്തേ സർവേശ നിന്നുടെ കരുണാഭാജനമായി നിന്തിരുനാമം സ്തുതി ചെയ്യണം. ഇവൾ ബാരക്മോ ഗാത്രം ഭക്ഷിച്ചിലും രുതിരം പാനം ചെയ്തോനെ ഞാൻ വെടിയാശിയോടില്ലെന്നാൽ ലവനെന്നും ജീവിക്കാൻ ഞാൻ മൃതനായ നീശൻ ചെന്നോ യാവജനം സൂക്ഷ്യം കാൺമാൻ കർത്താവേ ഭാഗ്യം നൽകേണേണം. നീതിവിധീശനോടാത്മാവേവം യാചിച്ചോദിടുന്നതു ഞാൻ കേട്ടേ നല്ലോ. പ്രതിഗതരെ പ്രതിനാഥ ാർപ്പിക്കും ബലികളിലെന്നെ രോദിക്കല്ലേ. പാപികളിന്നും ശിഷ്ടന്മാരെ വേറാക്കിടാനീരന്മാർ വന്നിടുമ്പോ കാരുണ്യത്തിൻ ചിറകേൻ കീഴിൽ ചേർത്തിവളെ കാക്കുക നരകത്തിന്നു. ഇവളെ വിധിച്ചിടരുതേ നാഥാ. ജീവി പവരിലവൻ വിമലൻ തിരുമുമ്പാകെ ഇവളിൽ സ്ഥിതി ചെയ്തിടും ഹരിയഗ്നിക്കിരയായി നൽകിയിടല്ലേ. അർദ്ധയാൽ നാദാദേവാദാസിക്ക് ഗണമേ പുണ്യം.
നിർത്തണമേ വലമായി തന്മാനി പാർപ്പിക്കണം ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കണം. പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടും നാഗീണം ആനിരയിൽ സ്തോത്രം നാദ പാടിടട്ടിവൾ നേൻ പേർക്കാരും ജീവിക്കുന്നോരും വാഴ്ത്തിടും നിന്നെ എന്നും. ഹൃദയാൽ നാദേവ ദാസിക്കേ ഗണമേ പുണ്യം നിൻ മഹിമാദയനാഥനിൽ നിർത്തണമേ വലമായവളേ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നിൻ കൃപയിൽ ജഗനേ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നേരും പരമതിനുയരെ കർത്താവേ നൃത്തത്തെ കൊണ്ടാടി മരിച്ചവളും കൈക്കൊണ്ടേണം.
ഇവിടെ കടയിൽ വേണ്ട ഓടിക്കുന്ന ആ ഒരു പയ്യനെ ഞാൻ വിളിക്കാം. വേറെ ഉണ്ട്. ഇത് വീലുള്ളതല്ലേ, കുട്ടി വെച്ച് കഴിഞ്ഞാൽ വീലുള്ളതല്ലേ. പെട്ടി എടുത്ത് വെക്കാം, എന്നിട്ട് പോകാൻ നേരത്തെ ഫ്രിഡ്ജ് ഉണ്ടാക്കി കൊണ്ടു. എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇത് എടുക്കാൻ പറ്റും. ഇവരുടെ കേബിളൊക്കെ മാറ്റി മൂന്നാമത്തെ കണക്ഷൻ കൊടുത്തോ? ഇല്ല, ഞങ്ങൾക്ക് വെളിയില്ല. ഒരു വരുത്തണ്ട് പോകണ്ടത്. അവർ കണക്ഷൻ കൊടുക്കട്ടെ. കണക്ഷൻ കൊടുത്ത് വെച്ച് എന്തോന്ന് ഇതൊക്കെ ഒന്ന് എടുത്തോണ്ട് വരാനായി. കണക്ഷൻ കൊടുത്തോ? അതിന്റെ കണക്ഷൻ കൊടുത്തോ? കൊടുക്കാം, ഇപ്പൊ കൊടുക്കാം. സൈഡിൽ നിന്നാട്ടെ, സൈഡിൽ നിന്നാട്ടെ. മാറിക്കച്ച ലൈവ് പോച്ച അതുകൊണ്ട് പ്രാർത്ഥിക്കുക. മക്കൾക്കും അവർക്കൊക്കെ സമാധാനവും മനസ്സിലാവുന്നതാകട്ടെ. ദൂരെ ഇരിക്കുന്ന ആവശ്യത്തിന് മാനസികമായ ധൈര്യവും ഒക്കെ നൽകുന്നതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥനയിൽ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകം ഇടവയുടെ അനുസരണം രേഖപ്പെടുന്നു. അതുപോലെ തന്നെ UK യൂറോപ്പ് ഭദ്രാസനത്തിലെ അധിപൻ ഡോക്ടർ മാത്യു തിമോത്തിയോസ് കൊണ്ട് അനുശോചനം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലെ ഭദ്രാസനത്തിൻ്റെ പേരിലെ പ്രതീക്ഷ സമർപ്പിക്കുകയുണ്ടായി. ആ കാര്യം കൂടിയാണ് നിങ്ങൾ അറിയിക്കട്ടെ. അദ്ദേഹം ഇന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് ആ ഭദ്രാസനത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെയും അനുശോചനം അറിയിക്കത്തക്കവണ്ണം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അനുശോചനം ഞാൻ അറിയിക്കുന്നു. ഇടവേള പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികളുകൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ പരിശുദ്ധൻ 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 ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
വേർപെട്ടുപോയിടാത്തൊരാത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വരവിൽ നിന്നും കാണപ്പെടാത്ത പ്രകാര സൈന്യങ്ങളിൽ നിന്നും ഇവിടെ വേണ്ടിക്കൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്തുമാരുടെ കൂട്ടത്തിൽ നിർത്തുമാറാകണമേ. പിതാവുമ്പത്തെണ്ണം വ്യക്തവുകായുമായതുവേ ഇപ്പോഴും ഇപ്പോഴും എന്നെ ജീവന്റെ പ്രശ്നന്മാരുടെ ശ്രദ്ധിക്കുമാറാകണമേ. ജീവനെടുത്തിടും വ്രതനായി മണ്ണിൽ ചേരുന്നു. കർത്തൃമഹത്വം വാഴട്ടെ. എഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവിനും വിധവാസുതനെ വിടുവിച്ചോനെ നാം എല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. മാഞ്ഞു പോകാത്തതായി നല്ല ഔന്നിത്യവും എല്ലായ്പ്പോഴും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. മഹാത്മാർ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിനെ സ്തുതി. തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും ദേവനെ അടിയങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടി വരാനിരിക്കുന്നവനുമായ മശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ടാകുന്നു. ഭയങ്കരന്മാരായ ക്രോവന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായി നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിയെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും ഈ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പോലും നിന്റെ വലത്തുഭാഗത്ത് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയുകയും ചെയ്യുമാറാകണമേ. നഗരകവാടം വഴിയായി ഞാൻ പോ
ഒരു സൗന്ദര്യം പാഴായി പോയിടം മരണമശേഷം മായിക്കും ഈ സൗന്ദര്യം പ്രാതകാലത്ത് തെളിവാകും സൂര്യനു തുല്യം ഈ സൗന്ദര്യം പാഴ്പുൽ കൊടിയിന്മേൽ തങ്ങും തൂമഞ്ഞിനു തുല്യം ഈ സൗന്ദര്യം സന്ധ്യാവേളയതിൽ വാണിടും കോവിന് തുല്യം സുതരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിന്നവരെ വീടും മരണത്തെ ഞാൻ നിദ്രാഭീതിയുമിൽ ദൈവം തീയിൽ നടത്തിയിടും വിധിയോ തഞ്ചിടും ഞാൻ പാർക്കുമോ വാഗ്ദാനത്തിൽ നാടാൻ സ്വർഗമഹത്വം ചാർത്തിടും ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിടും കന്യാ Oh
വലിക്കണം കേട്ടോ. പുനരുദ്ധാനദിനെ നിന്നുടെ ശ്രേഷ്ഠനവമാകേണം പതിബന്ധം രണ്ടായി തീർന്നൊരു സാരക്കായി നിങ്ങൾ കാണിക്കണേ ഒരു കുഴപ്പമില്ല. കരയുക പ്രയാസപ്പെടുക നമ്മള് പ്രയാസം ശക്തി കൊടുക്കേണ്ടത്. ഒരു വാക്കെന്ന് പറയട്ടെ. ശാരീരികമായ യവനികയുടെ ഉള്ളിലെ ആത്മാവ്, ഇങ്ങനെ 3 ഭാവങ്ങൾ ഒരു വ്യക്തിയിൽ, ഒരു മനുഷ്യനിലുണ്ട്. ഇതില് ദേഹവും ദേഹിയും. ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരം, ദേഹി എന്ന് പറയുന്നത് നമ്മൾ ആർജിക്കുന്ന നമ്മുടെ ബൗദ്ധിക തലം, ബുദ്ധിയുടെ. ഇത് രണ്ടും നിലനിൽപ്പില്ലാത്ത വസ്തുക്കളാണ്. ദേഹവും നാം ആർജിക്കുന്ന നമ്മുടെ ബൗദ്ധിക തലങ്ങളും ഈ ലോകത്തോടുകൂടി അസ്തമിക്കുന്ന. എന്നാല് ഈ 2 തലങ്ങളെ ചലിപ്പിക്കുന്ന 3ാമത്തെ ഒരു തലമുണ്ട്. അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവ് നഷ്ടമായാലാണ് നമ്മൾ കരയേണ്ടത്. ആത്മാവ് നഷ്ടമാകുന്നത് എപ്പോഴാണ്? ആത്മാവ് നഷ്ടമാകുന്നത്, ആത്മാവ് മൃതനാകുന്നത് മനുഷ്യൻ ഈ ലോകത്തിൽ ജഡത്തിനും ബൗദ്ധികത്തിനും വേണ്ടി മാത്രം ജീവിക്കുമ്പോഴാണ്. ദൈഹിക മോഹങ്ങളാലും ഈ ലോകത്തിലെ പാണ്ഡിത്യത്താലും അറിവുകളാലും ഞാൻ കേമനാണെന്നുള്ള ഭാവത്തിൽ മനുഷ്യനെ അഹങ്കരിച്ച് ജീവിക്കുമ്പോഴാണ് അവന്റെ ആത്മാവ് നഷ്ടമാകുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന പാപം മുഖാന്തരമാണ് ആത്മാവ് നഷ്ടമാകുന്നത്. എന്നാൽ ആത്മാവിൽ ദരിദ്രരായിട്ട്, അതായത് നിഷ്കളങ്കമായ ആത്മാവോടുകൂടി, ദൈവത്തിന്റെ തേജസ് നിറഞ്ഞ ആത്മാവോടുകൂടി ഈ ലോകം വിട്ടുപോകുന്ന ആളുകളുടെ ആത്മാവ് അല്ലെങ്കിൽ ജീവിതം ഇവിടെ ഈ കർട്ടന്റെ പിന്നിൽ അവസാനിക്കുന്നില്ല. അത് പിന്നെയും ഒരു തുടർയാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മക്കളെ അമ്മ നൊന്ത് പ്രസവിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയുകയാണ്, എനിക്ക് മുമ്പേ എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച ഒരു സഹോദരിയാണ്. ഇവര് അമ്മിഞ്ഞപ്പാല് കുടിച്ചു വളർന്നെങ്കിൽ ഞങ്ങളെ തല്ലി കളിച്ചു വളർന്ന, സ്നേഹിച്ചും മനസ്സില്. പക്ഷേ ഞാൻ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്ന മനുഷ്യനാണ്. ഇവരെ പോലെ ഞാൻ കരയില്ല, ഒരിക്കലും കരയില്ല. കാരണം ദുഃഖമുണ്ട്. ഇപ്പൊ പറഞ്ഞു ഇവരെ കരയണ കാണുമ്പോൾ എനിക്കും എന്റെ നെഞ്ചിനിടിപ്പുണ്ടാകുന്നുണ്ട്. പക്ഷേ ദൈവത്തിലുള്ള പ്രത്യാശ ഉള്ളതുകൊണ്ട് ഈ ആത്മാവ് ഇവിടെ ഈ ജഡം ഭൗതിക തലയോട് തീർന്നുവെങ്കിലും ആത്മാവിൽ നല്ല പ്രത്യാശയോടെ ജീവിക്കുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യം, ആ ജീവനിലേക്ക് ഞാനും നാളെ കടന്നു ചെല്ലും. അതുകൊണ്ട് അവസാനിക്കാത്ത നിത്യജീവന് വേണ്ടി ആഹ്ലാദിക്കുകയാണ് വേണ്ടത്, അല്ലാതെ കരയുകയല്ല. അതുകൊണ്ട് കരയുന്നത് മനുഷ്യന്റെ മൗഢ്യമാണ്. ഇവർ കരയുമ്പോൾ മറ്റുള്ള ആളുകൾ ധരിക്കേണ്ടത് എന്താണ്? ദൂഷാനെങ്ങാണ്ട് ഒരുപാട് കുറവും ബലഹീനതകളും ഉള്ള ആളായിരുന്നു, അതുകൊണ്ട് മക്കൾക്ക് വലിയ സങ്കടമാണ്. അങ്ങനെയല്ല, പ്രത്യാശയോടെ. ഞാൻ നേരത്തെ പ്രസംഗിച്ചപ്പോൾ മക്കളോട് പറഞ്ഞു, സന്തോഷമായിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, അമ്മേ ഇന്ന് ഞങ്ങളൊക്കെ അവിടെ വരുമ്പോൾ കാണാം. ഞാൻ ഇന്ന് അമേരിക്കയിൽ നിന്ന് രാവിലെ 3:15 നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നത്. എന്തിനാ ഞാൻ അമേരിക്കയിൽ പോയി? എൻ്റെ മൂത്ത മോൻ്റെ അടുത്ത് പോയതാണ്.
ഞാൻ ഇടയ്ക്ക് രണ്ടാമത്തെ മോൻ്റെ ഇടയ്ക്ക് പോകും UK-ല്, അല്ല അബുദാബിയിൽ. ഇടയ്ക്ക് UK-ല് മറ്റേ മോൻ്റെ ഇടയ്ക്ക് പോകും, ഇളയ മോൻ്റെ ഇടയ്ക്ക് പോകും. അപ്പോ എന്റെ മക്കൾ അവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റിയത്, ഇല്ലെങ്കിൽ ഞാൻ പോകില്ലേ. അപ്പോ ഞാനിപ്പോ പ്രതീക്ഷിക്കുന്നത് എന്റെ അപ്പനും അമ്മയും ഗ്രാൻഡ് പേരൻസും ഈ എന്റെ മൂത്ത സഹോദരി രണ്ടാമത്തെ സഹോദരിയൊക്കെ അങ്ങ് പോയിരിക്കുകയാണ് ആ വിദേശ രാജ്യത്തേക്ക്, ആ വിദേശവാസത്തിലേക്ക് പോയിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഇടയ്ക്കിടെ എനിക്കും പോകാമല്ലോ. എന്റെ മോന്റെ ഇടയ്ക്ക് ഞാൻ പ്ലെയിനിൽ യാത്ര ചെയ്ത് പോയതുപോലെ എന്റെ ആത്മാവ് ചിറകടിച്ച് അവരുടെ അടുത്തേക്ക് പറക്കും. അവിടെ പോയി കാണും, ആ സ്വർഗരാജ്യം കാണും. അമേരിക്കയും UK-യും അബുദാബിയും ഒക്കെ കാണുമ്പോ ജടികമായ സന്തോഷവും സുഖവും ഒക്കെ നൽകുമെങ്കിലും ആത്മാവിന് സന്തോഷവും സുഖവും നിറഞ്ഞ ആ മേഖലയിലേക്ക് അംബാസിഡർമാരായിട്ട് ദൈവം തമ്പുരാന് മോദി ചേച്ചിയെ പറഞ്ഞു വിട്ടു, ഇപ്പോ ഉഷാനെയും പറഞ്ഞു വിട്ടു. അതുകൊണ്ട് അവര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരെല്ലാം കരുതും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ കരയുന്നില്ല, ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ദൈവത്തിന് മുമ്പാകെ സമയത്ത് ഈ സഹോദരിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ അന്ത്യഘട്ടത്തിലേക്ക്, വീട്ടിലുള്ള ശുശ്രൂഷയുടെ അന്ത്യഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ എത്തുകയാണ്. ഇപ്പോൾ മോർച്ചറിയിൽ നിന്ന് ശരീരം എടുത്തതിന് തൊട്ട് ഇടതുവശത്തായിട്ട് മേശ വെച്ചിട്ട് ആ മേശയുടെ പുറത്തേക്ക് ശവമഞ്ചത്തോടു കൂടി എടുത്തു വെക്കണം. വെച്ചതിന് ശേഷം വിശ്വാസ പ്രമാണവും ഉക്കലിയോനും ചൊല്ലി അന്ത്യചുംബനം നടത്തി വീടിനുള്ളിൽ ധൂപപ്രാർത്ഥനയും നടത്തി, വികാരിയച്ഛൻ വീടിനുള്ളിൽ ധൂപപ്രാർത്ഥനയും നടത്തിയതിന് ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് പള്ളിയിലേക്ക് യാത്ര അയക്കുന്നു. പണ്ട് പ്രവാചകന്മാരുടെ കാലത്ത് ഇസ്രായേൽ രാജാവിനെ വാഴിക്കുമ്പോൾ കൊമ്പിൽ തൈലം എടുത്തുകൊണ്ട് അവർ പോയി അവന്റെ തലയിൽ തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്ത് അവനെ രാജാവായി വിളിച്ചു മത്തായി എന്നും ശൂശാനെന്നും ഔസേപ്പ് എന്നും സാറാമ എന്നും ഒക്കെ പറഞ്ഞ് വേർതിരിച്ച് അഭിഷേകം ചെയ്തിട്ടുള്ളതാണ് ക്രിസ്ത്യാനി. അതുകൊണ്ട് ക്രിസ്ത്യാനി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, രാജാവും രാജ്ഞിയുമാണ്. ആ രാജാവും രാജ്ഞിയുമായ ഈ സഹോദരിയെ ദൈവം തമ്പുരാന്റെ സ്വർഗരാജ്യത്തിലേക്ക് അവകാശിയാക്കി ചേർക്കുന്ന ഒരു വലിയ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, വിശുദ്ധ ജനമാണ്, രാജകീയ പുരോഹിതവർഗമാണ്. നമുക്ക് സ്വർഗത്തിൽ പ്രാപിപ്പാനുള്ള വലിയ കിരീടമുണ്ട്. ദൈവം അതവിടെ ഉടഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പടഞ്ഞോട്ട് ഈ തകിടും ബലിപീഠത്തിൽ ഇരിപ്പുണ്ട്. നിർമ്മലരായി പരികർമ്മിക്കുന്ന എല്ലാവർക്കും, എല്ലാ പുരോഹിതന്മാർക്കും, അതായത് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് പുരോഹിതവർഗമാണ്. അവർക്കെല്ലാം ഉചിതമായ കിരീടങ്ങൾ മുടഞ്ഞ് ദൈവം സ്വർഗരാജ്യത്ത് വെച്ചിട്ടുണ്ട്. ആ കിരീടം പ്രാപിക്കാനായിട്ട് എന്റെ സഹോദരി കടന്നു ചെല്ലുന്നു. ദൈവം അവിടെ മാറോടണച്ച് ചുംബിച്ച് ആ കിരീടം തലയിൽ വെക്കട്ടെ. ജീവന വിശുദ്ധിയുള്ള ഏകവുമായും ആധുനികവും സൈനികവുമായ ഏകവിശ്വസത്തിൽ ഞങ്ങൾ അങ്ങോട്ട് തള്ളിക്കേ, അങ്ങോട്ട് കുറച്ച് തള്ളിക്കേ. മാത്രം പിടിക്കുന്നത് അപ്പൊ ഇനി പിള്ളേരെ വന്നേ, എല്ലാവരും വന്നേ. അതിന് ചുംബനം കൊടുക്കാം, ചുംബനം കൊടുക്കണം. ഈ അന്ത്യചുംബനം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അവിടെയുള്ളവരൊന്ന് മാറി കൊടുത്തേ മക്കളെ. അവിടെയുള്ളവരൊന്ന് മാറി തിരിച്ചു നോക്കോ. അവിടെ കിടക്കട്ടെ മോമ, മോമ ഇവിടെ കിടക്കട്ടെ മോമ. അച്ഛാ 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 സൈലന്റ് മാറിക്കേ. മോമ ഇങ്ങോട്ട് ഇനിയും കയറില്ല, ഒരു സൈഡിൽ നിന്ന് ചുംബനം കൊടുക്കാവേ. അമ്മേക്ക് ഉമ്മ കൊടുത്തേടാ. യോഞ്ഞേ
നീ അല്ലേടാ കണ്ടുകൊണ്ടില്ല നീ നീ ഒരു മൂടുന്നേ നീ വന്നടാ വേണ്ട ഞാൻ ആരെങ്കിലും മാമ ഇതൊന്ന് കിട്ടട്ടെ മാമ ഇതൊന്ന് അങ്ങനെ ആ സോസപ്പ ഇങ്ങോട്ട് ഇട്ടിട്ട് മാറിക്കേ സോസപ്പ ഇട്ടിട്ട് മാറിക്കേ എന്താ മാമ ഇത് ഒന്ന് സൈഡിക്കൊന്ന് മതിയല്ലോ വീഡിയോ എടുത്തോ അമ്മ വീഡിയോ എടുത്തോ അരണേ ബാക്കിയെല്ലാം പാക്ക് ചെയ്ത് പള്ളിയിലേക്ക് പോണ്ട പിടിക്കരുത് 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 ബുക്കാനൊക്കെ കിടന്നു അച്ഛാ ഈ ശ്വാസം വെച്ചിട്ട് പുറകോട്ട് മാറ്റിട്ടെ അത് പുറകോട്ട് നിറക്കട്ടെ അത് കഴിഞ്ഞില്ലേ എല്ലാവരും കഴിഞ്ഞെങ്കിൽ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യാം ശരണ കൃപയിൽ ണമേ സൗമൻ കാലസ്കുറിയലായി ജീവൻ ദേവർക്കും നൽകുന്നു ചെയ്തിടുന്നു പാറയ്ക്കുമോ കമ്പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാം ഞാൻ ജീവിപ്പാൻ അങ്ങെ കേട്ടു മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുടെ മഹത്വം ഒരിയോറാകെ മേലു ആധാരേ പരമതിനുയരെ കർത്താവേ കിട്ടിയ നീവരവും ദിവസത്തെ കൊണ്ടാടി വരി ചോടും കൈക്കൊണ്ടീടേ നിറഞ്ഞിരിക്കുന്നവരെ ക്ഷണത്തെ കുറിച്ച് മരിച്ചവരുടെ മറിവിനായി
ദാസിയെയും അബ്രഹാമിന്റെ സഹാക്കിന്റെ യാക്കോബിന്റെ വെളിച്ചമേ നാലാമത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ പ്രകടിപ്പിച്ചവണ്ണം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി, മനസ്സിന് സങ്കടവും പ്രയാസമൊക്കെ ഉണ്ട്, എന്നിരുന്നാലും നല്ലൊരു യാത്ര കൊടുത്തപ്പോൾ ഇപ്പോൾ കൊണ്ടുപോകത്തക്കവണ്ണം കൊണ്ടുപോകാൻ പോവുകയാണ്. കൊണ്ടുപോകത്തക്കൊണ്ട് സൗകര്യം ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഹോണടിച്ച് കയറി വരാൻ പറ. പരിശുദ്ധനായ പൗലോസ്ലീഹ എഴുതി, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. പോകണമെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയുടെ പുറകിനെ കയറി പോകണമെങ്കിൽ കയറി പോയേക്കണമെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയത്തില്ല. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി.
മരണമില്ലായ്മയുടെ പ്രഭയും ജീവന്റെ ജീവനും ഉറവയും സകലത്തിന്റെ സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവരുമായ എന്റെ ദൈവം തമ്പുരാനെ അങ്ങ് ഭയങ്കരനും അങ്ങയുടെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നുവല്ലോ. യാതൊരു രഹസ്യവും അങ്ങയുടെ സൃഷ്ടിക്ക് ആലോചനമല്ല. ആലോചനകളുടെ ആകാഴവും ഹൃദയചിന്തകളും പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. തമ്പുരാനെ അങ്ങയുടെ തീരുമാനങ്ങളുടെ പരിമിതങ്ങളും അങ്ങയുടെ മാർഗങ്ങൾ ദുഗ്രാഹ്യങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളവാനും മനുഷ്യ മഹാസംഹാരകനായ സർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹ എന്ന അങ്ങയുടെ വാത്സല്യപുത്രനെ ലോകത്തിലേക്ക് അങ്ങ് പറഞ്ഞയക്കുകയും താല്പര്യമുള്ള സകലാത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും കർത്താവ് പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങയുടെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് അയക്കപ്പെടുന്നു. കർത്താവും രോഗങ്ങൾക്കും അധികാരിയുമായുള്ളവയെ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരിയുടെ സംസ്കാര ശുശ്രൂഷ ഈ വന്ധ്യപിതാവിനാൽ നിർവഹിക്കുന്നതായി സമയത്ത് തിരുസന്നിധിയിൽ അടിയങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാന മാലാഖമാർ മൂലം ഇദാസിയുടെ ആത്മാവിനെ അങ്ങ് കൈക്കൊള്ളണമേ. എന്റെ കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇദാസിയുടെ ആത്മാവിനെ രക്ഷിച്ചോളണമേ. ദീനതയും തുണയേകീട സത്തമരേ നരവത്സലനേ അവിടന്മേലേ തോന്നണമേ അന്തരീക്ഷവാസികളും അദർശനമായ ശത്രുക്കളുടെ അദർശ്യ ഗണത്തിൽ നിന്നും ഈ ആത്മാവ് ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദാസമക്കൾക്ക് ആശ്വാസം മംഗളപൂർവം നൽകേണം. മാർഗമോ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ സഹോദരരെ പ്രത്യാ
ശ്രദ്ധത്തോടെ ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ ശിഷ്യാരംഗികളിൽ ദൈവത്തിന്റെ ജീവനുള്ള ജനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലോകത്തിന് ജീവന്റെ വിഷയം പ്രസംഗിക്കുന്ന പ്രസംഗകനായ മോർ മത്തായി ശ്ലീഹായിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവദാനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവം നമ്മുടെ രക്ഷിതാവായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാരുടെ പ്രകാരം സംഭവിച്ചു. സ്വർഗരാജ്യം മണവാളിന്റെ മണവാട്ടിയുടെ എതിരേൽപ്പിനായിട്ട് ഈ വീട്ടിലെടുത്തുകൊണ്ട് പുറപ്പെട്ട പത്തുകന്യമാർക്ക് സദൃശ്യമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമുട്ടുകൾ, 5 പേർ ബുദ്ധിഹീനങ്ങളുമായിരുന്നു. ബുദ്ധിഹീനങ്ങൾ തങ്ങളുടെ ദീപീഷ്ടിലെടുത്ത് കൂടിയെടുത്തില്ല. ആ ബുദ്ധിമുട്ടുകളാകട്ടെ തങ്ങളുടെ ദീപീഷ്ടികളോട് എണ്ണിയെടുത്തു. മണവാളൻ താമസിച്ചുകൊണ്ട് അവർ എല്ലാവരും വന്നിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നവന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയെന്ന് ആർപ്പടിയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാം എഴുന്നേറ്റ് തങ്ങളുടെ ദിവ്യഷ്ടത്തിലേച്ചു. ആ ബുദ്ധിഹീനങ്ങൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ ദിവ്യഷ്ടിൽ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്കാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരെടുക്കൽ പോയി വാങ്ങുകയും എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്ന് ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി വരുന്ന ശാലയിൽ പ്രവേശിച്ചു വാലടക്കിപ്പെടുകയും ചെയ്തു. ഒടുക്കം ആ മറ്റേ കന്യകമാർ വന്ന്, പ്രഭോ പ്രഭോ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞാൽ ഉത്തരമായിട്ട് അവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും സമയത്തെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയായിരിപ്പീൻ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശുദ്ധത്തിൽ പ്രിയരായി സോണം. മരണമുള്ളതായി ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥജീവനാകുന്ന ശിവ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശ്വാസത്തോടുകൂടി നിദ്രപ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനം അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. 3 പ്രാവശ്യം കുറേലായി എന്നായി ഏറ്റു ചെല്ലണം. വന്നുകൊണ്ടിരിക്കുന്ന ഈ കർത്തദാസിയെ യാത്ര അയക്കാൻ വേണ്ടി 35 വർഷക്കാലത്തെ ജീവിതം ഇവിടെ അവസാനിപ്പിച്ചിട്ട് പുരുഷന്മാരുടെ സംസ്കാരത്തിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 3ാമത്തെ ഭൂമിയിൽ ഞാനിപ്പോൾ ദൈവം ചൊല്ലുന്ന സ്ഥാനം നോക്കി പോകുന്നു. ദൈവം തമ്പുരാൻ കൽപ്പിക്കുന്ന സ്ഥാനം നോക്കി പോവുകയാണ്. നമ്മുടെ ആരുടെയും തന്നെ നിശ്ചയപ്രകാരം സംഭവിക്കുന്നതല്ല. ഞാൻ നിങ്ങളും ജനിച്ചതും ഞാൻ നിങ്ങളും കൊണ്ട് മടങ്ങിപ്പോകുന്നു. അതെല്ലാം ദൈവത്തിന്റെ ഹിതപ്രകാരം സംഭവിക്കുന്നു. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കാണിക്കാൻ ഈ ദേശത്തേക്ക് പോകാൻ. ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ദൈവാശ്രയ ബോധത്തോടെ ദൈവം കാണിക്കാൻ ദേശത്തേക്ക് പോയ ആളാണ് അബ്രഹാം. ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണ്. പലപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ വിചാരം നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കും എന്നുള്ളതാണ്. അത് തെറ്റാണ്. നമ്മുടെ ഇവിടുത്തെ ഗോത്രപിതാവായ യാക്കോബിനോട് യേശാവ് ചോദിക്കുന്നു, നിന്റെ പ്രായം എത്രയായും ചോദിക്കും പറഞ്ഞ മറുപടി എന്റെ പരദേശവാസ കാലം എന്ന് പറഞ്ഞിട്ടാണ് വയസ്സ് പറയുന്നത്. പരദേശവാസം നയിക്കുന്ന ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ടതായ ഒരു സംഗതി, ഈ കർത്തദാസയിൽ നിന്ന് നമ്മൾ യാത്ര അയക്കാൻ കൂടിയതുപോലെ എന്നെയും നിങ്ങളെയും ഇതുപോലെ ഒരു ദിവസം യാത്ര ചെയ്യും.
നമ്മൾ പലരെയും യാത്ര അയക്കുമ്പോൾ സങ്കടവും ദുഃഖവും ഒക്കെ തോന്നും. ഇവിടെയും നമുക്ക് സങ്കടവും ദുഃഖവുമുണ്ട്. പക്ഷെ യാത്ര അയക്കുന്ന മറ്റ് യാത്രയെപ്പോലൊന്നും നമ്മളവിടെ പോയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഈ യാത്രയത്തിന് ഒരു വിശേഷം എന്നാന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ഇതുപോലെ ഒരു ദിവസം കടന്നു പോകേണ്ടതാണ്. ഓരോ യാത്രയയപ്പുകളെയും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ വിഷയം അതായിരിക്കും. ഈ കർത്തദാസയെ സംബന്ധിച്ചിടത്തോളം ഒരാളെ വൈദിക ജീവിതത്തിലേക്ക് അയക്കുകയും കർത്തൃവേല ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനാണ്. ഈ ഇടവയെ സംബന്ധിച്ച അഭിമാനവും അനുഗ്രഹവുമാണ്. ആ അച്ഛനെ കുർബാനയില്ല കർത്തദാസയുടെ പേര് ഓർക്കപ്പെടുന്നത് ഒരു അനുഗ്രഹമായ കാര്യം കൂടിയാണ്. തന്റെ മക്കളെ ആത്മീയമായി വളർത്തി തന്നെ ഏൽപ്പിച്ചതായ ചുമതലകളെല്ലാം നിർവഹിച്ച് ദൈവം തമ്പുരാൻ വിളിച്ച സമയത്ത് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം ഓർക്കേണ്ടതായ ഒരു സംഗതി, ഞാനും നിങ്ങളും ദൈവം തമ്പുരാൻ വിളിക്കുന്ന ഏത് നിമിഷമായാലും അതപ്പോൾ പോകാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടത് ചെയ്യാൻ പറ്റിയില്ല എന്ന് നമുക്ക് വിഷമിക്കാൻ ഇടവരും. ദൈവം തമ്പുരാൻ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി പോകുമ്പോഴോ എപ്പോഴും വന്നാലും ഒരുക്കമുള്ളവരായിരിക്കും. കാര്യം പ്രത്യേകിച്ച് സമയത്ത് ഓർമ്മിക്കുകയാണ്. ഈ കർത്തദാസയെ സംബന്ധിച്ച് ചിന്തിക്കുന്നിടത്തോളം ദൈവത്തിന്റെ ആശ്രയബോധത്തോടെ ജീവിച്ച കർത്തദാസയെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകളോട് പറഞ്ഞ വാക്ക് ചുരുക്കിയാണ്. പ്രതിപാദിക്കുന്ന ഭാഗത്ത് പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരെങ്കിലും ഞാൻ അതിൽ വസിക്കുന്നു. അവസാന നാളെ ഞാൻ ദൈവത്തിൽ നിൽക്കും. കർത്താവിന്റെ തിരുശരീര രക്തം അനുഭവിച്ചാണ് ഈ കർത്തദാസ് കടന്നു പോകുന്നത്. അതുപോലെ 11-25 വാക്കുകളിൽ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്ന ആരും എന്നാൽ മരിക്കുകയില്ല. കർത്താവിന്റെ യഥാർത്ഥമായ വിശ്വാസത്തോടെ ആശയോടെ കടന്നു പോവുകയാണ് ഈ കർത്തദാസ്. കർത്താവിൽ ജീവിച്ച് കർത്താവിൽ തിരിച്ചറിയുക അനുഭവിച്ച് വിശുദ്ധ മാമോദീസായോടെ കർത്താവ് വെട്ടിവെട്ടിക്കപ്പെട്ട് കടന്നു പോകുന്ന ഈ ദാസി ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ കൃപകളും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ മൗനതയുടെ അവസ്ഥയല്ല, പ്രാർത്ഥനയുടെ അവസ്ഥയിലേക്കാണ് പോകുന്നത്. പ്രാർത്ഥനയെല്ലാം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കാണുമായിരിക്കും. കഷ്ടപ്പാടും ദുരിതവും ദുഃഖവും നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുക ദൈവത്തിന്റെ സന്നിധാനം കാണിപ്പാലിക്കുന്ന ദിവസത്തേക്ക്. നമ്മുടെ കൃഷിക്കാരൻ നാട്ടിലാണ് ജീവിക്കുന്നത്. പണ്ടത്തെ കൃഷിക്കാരാണെങ്കിൽ പകലന്തിയോളം പണി എഴുതി കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ അവന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് സ്വസ്ഥമായി കുളിച്ച് ഭക്ഷണം കഴിച്ച് കുറച്ച് വർത്തമാനമെല്ലാം പറഞ്ഞ് കിടന്നുറങ്ങുക സ്വസ്ഥമായിട്ട് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ കഷ്ടപ്പാടുകൾക്കും പ്രയാസത്തിനും ശേഷം ദിവസനിധിയിലേക്ക് പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് വിശുദ്ധന്മാരോടൊപ്പം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഈ കർത്തദാസ് കടന്നുപോവുകയാണ്. വൈദികരുടെ സംസ്കാര ശുശ്രൂഷയിലെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്. അവിടെ ഇപ്രകാരം പറയുന്നു, കർത്താവിന്റെ പുനരുദ്ധാനം വരെയും നമ്മുടെ യാത്രയും വാങ്ങിപ്പോയൊരു യാത്ര ഒന്നിച്ച അവിടേക്കാണ് എങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നത് തീരുമാനിക്കേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ചിലപ്പോൾ മുകളിലേക്ക് അയക്കാം, ചിലപ്പോൾ താഴേക്ക് അയക്കാം. എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ബോധ്യം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കർത്തദാസി ദൈവനമ്പരാൻ ഇമ്പങ്ങളുടെ പ്രതീക്ഷ കൊടുക്കുവാൻ ദൈവനമ്പരാൻ കാണിക്കാവുന്ന ഈ ദേശത്തേക്ക് പോകുന്ന ഈ ദാസിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദാസിയുടെ ഈ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ദാസി കാണിച്ചു തന്നിട്ടുള്ള എന്തെങ്കിലും നല്ല മാതൃകകളുണ്ടെങ്കിൽ അവയെ പിൻപറ്റുവാനും ദൈവാശ്രയ ബോധത്തോടെ ദൈവഹിതത്തോടെ ജീവിക്കാനും ഒരുങ്ങണമെന്നുള്ള കാര്യം മാത്രമാണ്. ദൈവം നമ്പരാൻ അനുഗ്രഹിക്കട്ടെ. ഈ കർത്തദാസിക്ക് ഇമ്പങ്ങൾ പ്രതീക്ഷ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ കർത്തദാസിക്ക് പ്രിയപ്പെടുന്ന എല്ലാവർക്കും ദൈവം നമ്പരാൻ അനുഗ്രഹവും കൃപയും പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാർത്തിരിക്കുന്നു. ദൈവം നമ്പരാൻ തന്റെ അദൃശ്യമായ വന്നതിന് വേണ്ടി എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് Baba,
തിരുസനത്തിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായികൾക്ക് അയച്ചു കൊടുക്കണമേ. ഇവരുടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്നതായ ഈ തൈലം മുഖാന്തരമായ അർപ്പതിരുന്ന ദുഷ്ടാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയത്തിൽ നിന്ന് ഇവർ വഴിതിരക്ഷണമാകണമേ. പ്രകാശവും വിശുദ്ധന്മാരുടെ ആനന്ദത്തിലേക്ക് ഇവിടെ ആനയിക്കുകയും ചെയ്യണം. ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയെ സ്വാതന്ത്ര്യം കരേറ്റുകയും ചെയ്യുമാറാകണമേ. വിശുദ്ധന്മാരുടെ ആനന്ദത്തിനും പുത്രന്റെയും നിത്യജീവന് വേണ്ടി ഒഴിക്കപ്പെടുന്നു. തന്നെ തിരിച്ചുവരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന അരുളി ചെയ്യുന്ന പ്രകാരം കർത്താവേ ദാതൃഷ്ടം ഈ നിന്റെ ദാസിയിൽ നിറവേറിയിരിക്കുന്നു. ഞങ്ങളുടെ രണ്ടാം ഹൃദയം നിന്നുടെ നീതിയെ എന്തോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തിനൊഴിയും നിൻപര സമ്പത്താൽ ഇഷ്ടപ്പെട്ടു. കേൾപ്പതിനാലൻ സോദരരെ ഗതിക്കും സന്തോഷവും ബ്രദരീന്നും അയച്ചോനെ ഹൃദയത്തെ സകലർക്കും നൽകാൻ പ്രധാന ജീവിച്ചോനെ സകലേശ ഭജനേ സ്തോത്രത്തിന്റെ ആനന്ദോ സന്തോഷവും വലിയ ഗണേശമോദിച്ചല്ലോ പ്രതലോന്നു ഭവനത്തിലേക്ക് നാം പോകുന്നു എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. വാതിലിൽ നിൽക്കുന്നു. പട്ടണം പോലെ ഊർജ്ജയും പണിയപ്പെട്ടിരിക്കുന്നു. തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. ന്യായാസനം തന്നെ സ്ഥിതി ചെയ്യുന്നു. അന്വേഷിപ്പീൻ. നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ ഭക്തങ്ങളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തി ഉണ്ടാകട്ടെ. സ്നേഹിതന്മാർ നിമിത്തത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആരും നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. പൂർണ്ണ സ്നേഹ നീ
വസിക്കണമേ പുണ്യം നിൻ മഹിമോദനാഥനിൽ നിർത്തണമേ വരമായി വളേ നേട്ടത്തെ നേട്ടക്കാർക്കും വീടിലെ വാഴോർക്കും വീട്ടിൽ ദേവേശായന്മാർക്കും നീ കൂട്ടായി നിന്നിടേണോ നീ ഘോഷം വന്നിടുമ്പോൾ ഈ ആത്മാവിന്റെ ആശ്വാസം ധർമ്മിഷ്ഠക്കൊപ്പം നൽകാം ദേവാദാസിക്കണമേ പുണ്യം നിന്മഹിമോദനാഥന് നിർത്തണമേ ബലമായി വളേ നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു ദേശത്തിന്റെ കുഞ്ഞാടായിടവേനോട് കരുണ ചെയ്യണമേ ആത്മാത്തോടുകൂടി ഇരിക്കുന്നവനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നേക്കും വാഴ്ത്തപ്പെടുന്ന നിത്യതയുള്ളതുമായ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. സകലത്തിന്റെ ദൈവവും സത്യത്തിന്റെ പിതാവായ നിനക്ക് ജീവനുള്ള വിശുദ്ധ സഹായിക്കുമ്പോൾ ചേർച്ചയാണെന്ന് ഇപ്പോഴും എല്ലാ സമയത്തിനേക്കും തന്നെ ആമീൻ. മോറാൻ യേശുമിശിഹാന്റെ ഞങ്ങളോട്
മുതലാകുന്ന ആത്മീയമായ സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും നേതൃപരമായിട്ട് നിങ്ങളെയും വിശ്വാസങ്ങളാണ് പുണ്യപ്പെടുത്തുമാറാവട്ടെ. ദൈവമേ ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ പ്രഭാസന സന്നിധാനത്തിൽ കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ആ ഓരോക്കാരും വിശ്വാസം ഉചിതമാവണ്ണം എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തന്നെ പ്രത്യേകിച്ച് ടിജുവച്ചന് വേണ്ടിയും സഹോദരിയുടെ മക്കൾക്ക് വേണ്ടിയും ആങ്ങളെ എന്ന നിലയിൽ ഞാനും ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കുമുള്ള പ്രത്യേക നന്ദി സ്നേഹവും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ എല്ലാ കാര്യങ്ങളിലും വളരെയേറെ കാര്യങ്ങളെല്ലാം ക്രമീകൃതമായിട്ട് ചെയ്തു തന്ന അച്ഛനോടും അത് സംബന്ധിച്ച് എല്ലാ ബഹുമാന്യരായ വൈദികരോടും പ്രത്യേകിച്ച് വിജയച്ചൻ്റെ ഫാദറിലോ ബഹുമാനപ്പെട്ട അച്ഛനോട് ഉറക്കസ്കോപ്പ അച്ഛനോടും ഒക്കെയുള്ള അച്ഛൻ്റെയും കൂടി കടമയാണ്, കർത്തവ്യമാണ്. അദ്ദേഹം പറ്റിയില്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വന്ന് നിർവഹിച്ചു. ഞങ്ങൾക്കെല്ലാം ഉള്ള ആ നന്ദി പ്രത്യേകിച്ച് ബന്ധുമിത്രാദികളോടും സ്നേഹിതരോടും ഇടവക്കാരോടും എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന കാപ്പി എല്ലാവരും കൂടി സംബന്ധിച്ച് അതിൽ പോകണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ നാളെ രാവിലെ 7:30 വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നവർ നിന്നാൽ സന്തോഷമായിരിക്കും. ആ കാര്യം ലാബിന്റെ പുറത്തേക്ക് കനം കുറഞ്ഞ ആള് കയറണോ? പയ്യെ പിടിച്ചാൽ അവർ തന്നെ വില
നിങ്ങൾ പോരും കേട്ടോ. ഇല്ല പോരില്ല. നിങ്ങൾ വിട്ടോ. ചുറ്റുമ്പോ ഇതിൽ കയറി ചുറ്റരുത് കേട്ടോ. ദൂരെ മാറി പോരണം. പുതിയ കുഴിയാ. അപ്പൊ നിങ്ങളെ കോണയെ പിടിച്ചു എന്റെ ശരീരം പാനം ചെയ്യുവാൻ പാതാളത്തിൽ ജീവിപ്പാനങ്ങെട്ട് മരിച്ചതു ഞാൻ ശരണത്തെ കുറിച്ച് മനുഷ്യനായ നമുക്ക് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ സഹോദരിയുടെ സംസ്കാര ശുശ്രൂഷയിൽ വന്ന എല്ലാവരും ദേവതമ്പുരാൻ നമുക്ക് വിശ്വാസികളായ